നമുക്കൊരു കാര്യം സ്വപ്നം കാണാനായിട്ട് സാധിക്കുമെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും അത് നേടിയെടുക്കാനും സാധിക്കും. ഒരു ശുഭാപ്തി വിശ്വാസിക്ക് മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരെയും ഞാൻ കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്താൻ ഞങ്ങളെ വീട്ടിലേക്ക് പുതുതായിട്ട് വന്ന ആളാണ് ഈ ചിരവ. ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കാതെ മാറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോഴാണ് എനിക്കിത് വാങ്ങാൻ പറ്റിയത്. 950 രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ്. അപ്പോൾ സംഭവം എന്തായാലും കിടുക്കനായി. അപ്പോൾ രാവിലെ ഇനി കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ളതുപോലെ രാവിലെ എഴുന്നേറ്റാൽ തേങ്ങ ചിരകി അങ്ങ് വയ്ക്കും. അപ്പോൾ ഒരു വലിയ ജോലി അങ്ങ് മാറും. അപ്പോൾ ഈ തലേ ദിവസത്തെ ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞ് പാത്രത്തിലൊക്കെ നമ്മൾ ഒരു ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പിന്നെ നമ്മൾ പിറ്റേന്ന് ചൂടാക്കുകയാണെങ്കിൽ വേറൊരു പാത്രത്തിലൊക്കെ ഒഴിച്ച് വേണം ചൂടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേലെ ഈ സംഭവം വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അതിന് സാധിക്കും. അപ്പോൾ ദോശയുണ്ട്. ദോശയും തലേ ദിവസത്തെ ചിക്കൻ കറിയും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദോശ ഇതേപോലെ നന്നായിട്ട് പരത്തി നല്ല ക്രിസ്പി ആയിട്ട് ദോശ ഇട്ട് കൊടുക്കുന്നതാണ് ഇവിടെ കേശുവിനും കേശുവിൻ്റെ അച്ഛനും ഒക്കെ ഇഷ്ടം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കട്ടിയായിട്ട് ദോശ ചുടണേക്കാളും ഇതേപോലെ നല്ല വീശി അടിച്ച് ദോശ ചുടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് നെയ്യൊന്നും ചേർക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ. നെയ്യും കൂടെ ചേർത്താൽ നമ്മുടെ നെയ് റോസ്റ്റായി. പിന്നെ നമ്മൾ ഈ ബാക്കി വരുന്ന മാവ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും മാവ് പൊളിച്ചു പോകും. അപ്പോൾ ഇതേപോലെ 1-2 തേങ്ങ മുറി ഇങ്ങനെ ചെറിയ പീസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് 1-2 ദിവസം അധികം ഇരിക്കും പൊളിക്കാതെ. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഒരു വെറ്റില ഉണ്ടല്ലോ, വെറ്റില ഇതിൻ്റെ മുകളിൽ വെച്ചാലും മതി. നമുക്ക് 1-2 ദിവസം മാവ് പൊളിക്കാതെ ഇരിക്കും. പിന്നെ വെറ്റില പെട്ടെന്നൊന്നും കിട്ടൂല. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാവരും വീട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസമുണ്ട് അടമാങ്ങയ്ക്കായിട്ട് മാങ്ങ ഇങ്ങനെ മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 2 ദിവസത്തെ ഉണക്കം മതി, നന്നായിട്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ അച്ചാറിടാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യമാണെന്ന്. എന്നാലും ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പാചകമൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതങ്ങനെ അറിയാനൊന്നും പറ്റൂല. ഞാനും സത്യം പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഒരുപാട് പാചകം പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റെസിപ്പിയും കൂടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു പോണത്. അല്ലാതെ അച്ചാറിടാനൊക്കെ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. അപ്പോൾ ഇനി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇനി ഈ വെളുത്തുള്ളിയുടെ തൊലി ഞാൻ കളയണില്ല, അതുകൊണ്ട് നമുക്കൊരാവശ്യമുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് വെളുത്തുള്ളി എങ്ങനെ ചതച്ചെടുക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഇടിയെല്ലാം ഉണ്ടൊക്കെ ഇടിക്കുമ്പോൾ നമ്മൾ എത്ര പതുക്കെ ഇടിക്കാമെന്ന് വിചാരിച്ചാലും നമ്മുടെ സ്ലാബിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഊക്കനെ അങ്ങ് ഇടിച്ചു പോകും. അപ്പോൾ ഇതേപോലെ ഒരു കവറോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പൂട്ടെന്നല്ല, നമ്മുടെ ഇതേപോലെ പൂട്ട് കൊണ്ടൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചതഞ്ഞ് കിട്ടുകയും ചെയ്യും. അവിടെ അങ്ങ് തെറിക്കാതേക്ക് നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത്. ഇവിടെ കേശുവിൻ്റെ അച്ഛന് നല്ലെണ്ണ അലർജിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ സാധാരണ നല്ലെണ്ണയിലാണ് ഇടണത്. അത് വേറൊന്നുമല്ല, കുറച്ചധിക ദിവസം അതൊന്ന് ചീത്തയാവാതിരിക്കും. നല്ലെണ്ണ ഒരു പ്രിസർവേറ്റീവും കൂടെയാണ്. അപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചല്ല, കുറച്ച് കടുക് എടുത്തിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുത്ത് അതിൻ്റെ കൂടെ ഒരല്പം ഉലുവയും കൂടെ ഇട്ട് അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും പിന്നെ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ഒക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അടമാങ്ങ ഇട്ട് കൊടുത്ത് ഇപ്പം തന്നെ നല്ലൊരു മണമുണ്ട്. പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചധികം കളർ കിട്ടുമല്ലോ, അതിനുവേണ്ടി കാശ്മീരി ചില്ലിയാണ് ചേർത്തത്.
രൂപയെന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങിച്ചോണം. നമ്മൾ പൈസ കൊടുത്ത് വിഷം വാങ്ങിക്കണേക്കാളും നല്ലതല്ലേ ഇത്. പിന്നെ നമ്മൾ വേറെ എന്ത് കാര്യങ്ങളും ഒരു ഫോൺ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്താലോ എല്ലാം അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി, ഈ ക്വാളിറ്റി എല്ലാം നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ ആഹാര സാധനം എവിടെ ചീപ്പ് റേറ്റിന് കിട്ടുമോ അവിടെ വാങ്ങാനാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അത് എൻ്റെ നിങ്ങളുടെ എല്ലാം ശീലം അതാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അതൊന്ന് മാറ്റിയിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ലതാണ് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, നല്ല സാധനം വാങ്ങി കഴിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഒരുപാട് കോവയ്ക്ക് അവിടെ നിൽപ്പുണ്ട്, പക്ഷേ അതൊന്നും എത്തണില്ല. ഒന്നാമത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ്, കേശു കൂടെയുണ്ട്. ഞാൻ കുറച്ചൊന്ന് എത്തിയൊക്കെ നോക്കാമെങ്കിൽ മോനും കൂടെ വന്ന് അതേപോലെ എത്തിപ്പറിക്കും. അപ്പോൾ അത് പേടിച്ചിട്ട് നമുക്ക് ഈ കൈ എത്തുന്ന ദൂരത്തുള്ള സാധനങ്ങളല്ല കോവയ്ക്കകൾ മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. ഓണവും വിഷുവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലത് വിഷു ആണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കിയാൽ ഒരുപാട് പൂക്കളും കാര്യങ്ങളും പിന്നെ ചക്ക മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമായിട്ട് തോന്നും. പക്ഷെ ഓണത്തിന് ഇപ്പോഴത്തെ കാര്യമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഓണത്തിന് നമുക്ക് അങ്ങനെയുള്ള ഒന്നും കിട്ടാറില്ല. പിന്നെ പൂക്കളായിരുന്നാലും നമ്മളെല്ലാം അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നട്ട് നനച്ച് വളർത്തിയെടുക്കണം ഓണത്തിന് പൂക്കള ഇടാനായിട്ട്. വിഷുവിന് അങ്ങനെയല്ല, നമ്മൾ കണിക്കൊന്നപ്പൂ നമുക്ക് എവിടെ നോക്കിയാലും കൊന്നകൾ പൂത്തൊലഞ്ഞ് നിൽക്കുന്നതാണ്. ആ സമയമാകുമ്പോഴൊരു പ്രത്യേകത, എങ്ങോട്ട് പോയാലും ആ ഒരു മഞ്ഞ പരവതാനി വിരിച്ചതുപോലെയും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സന്തോഷം തോന്നും വിഷു ആകുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങൾക്ക്. അതൊന്നും ഓണത്തിന് മിസ് ചെയ്യും. നമ്മൾ ഓണത്തിന് കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ ഇതാ കുറേ പുളിഞ്ചിക്കയും നിൽപ്പുണ്ട്. അപ്പം മീനിലിടാനും പിന്നെ പുളിഞ്ചിക്ക വെച്ചിട്ട് നമുക്ക് കറി വയ്ക്കാം. ഒഴിച്ചു കറി ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അച്ചാറിടാം. അപ്പോൾ കുറേ പുളിഞ്ചിക്കയും കുറേ നമ്മളിവിടെ പറയുന്ന പുളിഞ്ചിക്ക എന്നാണ്, ഇരുമ്പുളി എന്ന് പറയും. അപ്പം നമ്മൾ കുറേ പുളിഞ്ചിക്കയും കോവയ്ക്കയൊക്കെ ആയിട്ട് ഇതാ വീട്ടിൽ തിരിച്ചെത്തി. ഇനി കോവയ്ക്ക വെച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടണം, പുളിഞ്ചിക്ക വെച്ചിട്ട് ഒന്ന് കറി ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ കുറച്ച് പുളിഞ്ചിക്കയെ പറിച്ചുള്ളൂ, ബാക്കി ഇനി എടുത്തിട്ട് അതിനെ ഒന്ന് ഉണക്കിയിട്ട് അച്ചാറിടണം. അതും നമ്മൾ ഈ അടമാങ്ങയ്ക്ക് ഉണക്കും പോലെ ഉണക്കിയിടണേക്കാളും ടേസ്റ്റ് ഒറ്റ ദിവസത്തെ ഉണക്കിൽ അച്ചാറിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് പുളിഞ്ചിക്കയ്ക്ക്. ആ അച്ചാറിനെ വെല്ലാനായിട്ട് ഒരച്ചാറും ഇല്ലെന്ന് തോന്നും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലത്തെ മിക്സി ഉള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ മിക്സി എടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ ഒന്നും നമുക്കിങ്ങനെ നിരക്കിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല. അതിൻ്റെ താഴെ ഇതേപോലെ ഒരു റബ്ബറിൻ്റെ ബുഷ് പോലത്തെ 4 സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ അവിടെ അങ്ങ് ഫിക്സ് ആയിട്ടിരിക്കും. അതൊന്നും നിരക്കിക്കൊണ്ട് വരാനോ നീക്കി നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരാനോ ഒക്കെ പാടാണ്. അപ്പം ഞാൻ ചെറിയൊരു അടപ്പ് വെച്ചിട്ടായിരുന്നു അതിൻ്റെ മുകളിലായിരുന്നു ഈ മിക്സി വെച്ചിരുന്നത്. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ അരപ്പും കാര്യങ്ങളൊക്കെ വീണിട്ട് ഒരു വൃത്തിയില്ലാത്തതുപോലെ തോന്നും. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു 4 കാലിലും ഇതേപോലെ ഒരു പഴയ ഒരു സോക്സ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റബ്ബർ ഇട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ്. അപ്പോൾ സെയിം കളർ, ആ ഒരു കറുപ്പ് കളറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയുകയില്ല. കുറച്ചുകൂടെ കാണാനും വൃത്തിയാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് നിരക്കി എടുക്കാനും പറ്റും. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു തലവേദനയായിരുന്നു ഈ ഒരു മിക്സി. നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ആയിട്ട് എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ആ ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ചിട്ട് പിന്നെ അത് ആവശ്യം വരാം
നമ്മുടെ സാധാരണ ഗോതമ്പ് മാവ് മാത്രം വെച്ച് പരത്തിയെടുക്കുമ്പം എങ്ങനെ വരും അതേപോലെ വരില്ല, കുറച്ചുകൂടെ ഒത്തിരി ലൂസായിരിക്കും. നമ്മുടെ അരിയും ലൂസായിരിക്കുന്നതിന് കുറച്ചുകൂടി ഇങ്ങനെ വിട്ട് വരും. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് പതിയെ വേണം പരത്തിയെടുക്കാനായിട്ട്. അത്ര മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തി ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതൊന്ന് ഇറക്കി കൊടുക്കേ, ഞാൻ വരണം. ഇത് പൊയ്ക്കോ, പൊയ്ക്കോ. നന്ദോ ഇങ്ങോട്ട് വന്നാണ്. എന്തോന്ന് നന്ദു ഇത് ഇത്ര മുടി കൊഴിച്ചിട്ടാ നിനക്ക്? ഇത് മോനും കൂടെ പറയാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. എനിക്കിത് കേട്ട് കേട്ട് മടുത്ത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാ? അപ്പൊ നീ ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാറില്ലേ? കൊള്ളാം, ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാറില്ലെന്ന്. ലീഡിങ് ബ്രാൻഡ് എന്ന് പറഞ്ഞ് കുറെ എണ്ണ അച്ഛൻ വാങ്ങിച്ചു. അമ്മയാണെങ്കിൽ കണ്ടതെല്ലാം വെച്ച് എണ്ണയും കാച്ചി തന്നു. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നോ രക്ഷ. നീ വിഷമിക്കേണ്ട, നിന്റെ ഈ പ്രശ്നത്തിന് ഒരു കിടില റെമഡി ഉണ്ട്. ആണോ മമ്മി? എനിക്കിവിടെ പറഞ്ഞോ പ്ലീസ്. അങ്ങനെ പെട്ടെന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും ഇതാണ് ആ ഹീറോ ഔമി ഹെർബൽസിന്റെ കേശ് പല്ലവ് ഹെയർ ഓയിൽ. കേശ് പല്ലവ് ഹെയർ ഓയിലോ? ഇതാണ് കേശ് പല്ലവ് ഹെയർ ഓയിൽ. ദാ പാക്കറ്റ് തുറക്കുമ്പോഴേക്കും പോലെ ചെറിയൊരു ബോട്ടിൽ കാണും. അതിന്റെ മുകളിലായിട്ട് ചെറിയൊരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് മാറ്റുമ്പോഴേക്ക് അതിനകത്തായിട്ട് ഒരു കുഞ്ഞൻ ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പും കൂടെ മാറ്റിയതിന് ശേഷം നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിരുന്ന ഈ ക്യാപ്പ് കൊണ്ട് അതൊന്നങ്ങ് അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത, ഇത് 150 പര ഹെർബ്സ് ചേരുന്നുണ്ട്. പിന്നെ സീഡ് ഓയിൽസ് ആയ സൺഫ്ലവർ, പംകിൻ, ബ്ലാക്ക് സീസൺ, ഫ്ലാക്സ്, പിന്നെ മസ്റ്റാർഡ്, ഗ്രേപ്സ്, അങ്ങനെ ഒരുപാട് സീഡ് ഓയിൽ ചേരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പിന്നെ പറയാനായിട്ട് കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ ഉണ്ട്. പിന്നെ നമ്മുടെ ഭൃംഗരാജയിലെ കൈതോന്നി, ബ്രഹ്മി, നമ്മുടെ കറിവേപ്പില, ചെമ്പരത്തിയില, അങ്ങനെയുള്ള ഒരുപാട് ഓയിൽസ് ചേരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എസൻഷ്യൽ ഓയിൽസ് ആയ ലെമൺ ഗ്രാസ് ഓയിൽ, റോസ്മേരി ഓയിൽസ്, അങ്ങനെയുള്ള ഓയിൽസ് ചേരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു മിനറൽ ഓയിൽസും ചേരുന്നില്ല. ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊക്കെ തന്നെയാണ് മറ്റു ഹെയർ ഓയിലിൽ നിന്നും ഇതിനുള്ള പ്രത്യേകത. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതിന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈവൻ ഇതുപോലെ എടുക്കണം. നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫിംഗർ ടിപ്പ് കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഹെയർ ഫോൾ നിനക്ക് ഉണ്ടെങ്കിൽ അധികം മസാജ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. ഈ ഓയിൽ രാത്രി മുഴുവൻ തലയിൽ തേച്ചിട്ടിട്ട് പിറ്റേന്ന് രാവിലെ കുളിക്കുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഓയിൽ നമുക്ക് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം കഴുകിക്കളയാം. പിന്നെ ഇത് തേച്ചാലുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ മുടി പുതുതായിട്ട് വളരുന്നതിന് സഹായിക്കും. നമ്മുടെ ഈ നെറ്റി കയറൽ അത് മാറ്റും. നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കും, ഡാൻഡ്രഫ് കുറയ്ക്കും. പിന്നെ ഈ അകാല നിര ഉണ്ടല്ലോ അത് കുറയ്ക്കും. നമ്മുടെ മുടിയുടെ ഓവറോൾ ടെക്സ്ചർ തന്നെ ഈ പ്രോഡക്റ്റ് മാറ്റും. അപ്പൊ ഇത് എവിടെ കിട്ടും? ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ മാമി ഇതിൽ കയറി വാങ്ങിച്ചു ഞാൻ ഇത് കൊണ്ടുപോവാണേ. അയ്യോ നന്ദു, അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം. നല്ലൊരു ഹെയർ ഓയിലാണിത്. പിന്നെ പ്രത്യേകിച്ച് ഈ സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുടി വളരാനായിട്ട് സഹായിക്കും. കാരണം ഈ ഒരു വേനൽക്കാലത്താണ് മുടിയുടെ വളർച്ച കൂടണതും മുടി കൊഴിച്ചിൽ കൂടണതും. അപ്പോൾ അതിന് രണ്ടിനുമുള്ള നല്ലൊരു റെമഡിയാണത്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു മോദകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല. തലേ ദിവസം പുട്ടും പയറും പപ്പടമായിരുന്നു. അപ്പോൾ പയർ എന്നാ വെച്ചാലും ബാലൻസ് വരും. അപ്പോൾ ആ പയർ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് കുറച്ച് മോദകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശർക്കരയും ഉണ്ട്, പയറും നമ്മൾ ആവശ്യത്തിൻ്റെ ബാലൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തോന്ന് മൈദാമാവും ഇരിപ്പുണ്ട്. അപ്പോൾ
ഇത് മൂന്നും കൂടെ നമുക്ക് ഈ ശർക്കരയെന്ന് വെച്ചാൽ ഞാൻ ഈ പൊടി ശർക്കരയുണ്ട്, ഈ നമ്മുടെ ശർക്കര കട്ടയല്ലാത്ത പൊടി ശർക്കരയുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്നിങ്ങനെ ഉരുക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാപ്പിരയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം എത്രത്തോളം ഡ്രൈ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നല്ല ഷേപ്പിൽ നമ്മുടെ മോദകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ അതിനെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ ഉപ്പൊന്നും ഇടേണ്ട കാര്യമില്ല, കാരണം ശർക്കരയിലാണല്ലോ അതെല്ലാം ചെയ്യണത്. ഇനി കുറച്ച് മൈദാമാവ് എടുക്കണം. മൈദാമാവ് നമുക്കൊന്ന് മുക്കിയിടാൻ പാകത്തിനുള്ള അത്രയും മൈദാമാവ് മതി. അതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. ഈ ഒരു മാവിലത്തേക്ക് വേണ്ടി മാത്രം ആവശ്യമുള്ള അത്രയും ഉപ്പ് മാത്രം ഇടണം. ഇനി കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആദ്യം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയും പിന്നെ ആ ഉപ്പും നമ്മുടെ സോഡാപ്പൊടിയും എല്ലാം ഒന്ന് മിക്സ് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് ഒരു ചെറിയ ബൗളിലോട്ട് നമുക്കൊന്ന് ഒഴിച്ച് വയ്ക്കാം. ഈ ചെറിയ ബൗളിലോട്ട് ഒഴിച്ച് വെക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒന്ന് മുക്കിയെടുക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു കുഴിഞ്ഞ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പയറും ശർക്കരയൊക്കെ ഉണ്ടല്ലോ, അതിനെ ഒരു ഉണ്ട എടുക്കണം. അതിനുശേഷം ഈ മാവിലോട്ട് മുക്കണം. പിന്നെ ഇത് ഇട്ട് കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി മോദകം തയ്യാറായി. അപ്പോൾ ഇതേപോലെ പയറൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താലും മക്കൾക്കും ഇഷ്ടപ്പെടും. അതൊക്കെ നമുക്ക് കഴിയാതെ വീണ്ടും റീയൂസ്, പക്ഷെ കഴിയാതെയല്ല കളയാതെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ മോദകമൊക്കെ ഉണ്ടാക്കി നല്ല കോഫിയൊക്കെ ഇട്ട് പിന്നെ ഇനി വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.